സുഹൈൽ, ഒരു നാടിനെ ഒന്നാകെ ഞെട്ടലിലാഴ്ത്തിയ ഒരു കൊലപാതകമായിരുന്നു ഇന്നലെ ഉച്ചയ്ക്ക് ഏകദേശം 2:30 മണിയോടുകൂടി നടന്നിട്ടുണ്ടായിരുന്നത്. ഏക മകനാണ്. സുബൈദ എന്ന് പറയുന്നത് അസുഖബാധിതയാണ്. അതിന്റെ ചികിത്സ കഴിഞ്ഞ് സർജറി കഴിഞ്ഞ് കിടപ്പിലായിരുന്നു. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വീട്ടിൽ സഹോദരി ഇല്ലാത്ത സമയം നോക്കി ഈ പ്രതിയായിട്ടുള്ള മകൻ സുബൈദയെ കൊലപ്പെടുത്തിയിട്ടുള്ളത്. ആ ഉമ്മയെയും മകനെയും പോലെ സ്നേഹിച്ചിരുന്ന ഒരു കുടുംബത്തെ ഞങ്ങളുടെ നാട്ടിലങ്ങ് കാണാൻ കഴിഞ്ഞിരുന്നില്ല. അവൻ മയക്കുമരുന്നിന് അഡിക്റ്റ് ആവുന്നതിന് മുമ്പ് എന്നിപ്പോൾ പത്രവാർത്തയിൽ ആ നാട്ടുകാർ പോലും പറയുന്നു. മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഇതിന് അഡിക്ഷൻ ആവുക എന്ന് പറഞ്ഞാൽ അതാണ്. ഇത് ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാൻമാരുടെ മുഖത്ത് നോക്കിയിട്ട് ഫ്ലൈ കിസ് പോലും കൊടുക്കുന്നൊരു ഗതികെട്ടൊരവസ്ഥയിലേക്ക് ഒരു സഹോദരൻ എത്തിയിട്ടുണ്ടെങ്കിൽ അവൻ ഉപയോഗിച്ച ഒരു ലഹരിയുടെ എഫക്റ്റ് ഇത്രയാണ്. ഇനിയൊരു സഹോദരൻ ഈ ജീവിതത്തിലേക്ക് നോർമൽ അവസ്ഥയിലേക്ക് വന്നാൽ പോലും സ്വസ്ഥമായിട്ട് അവന് ജീവിക്കാൻ കഴിയും. അവനെ എന്നും അലട്ടുന്നൊരു പ്രശ്നം ഉണ്ടായിരിക്കും അവൻ്റെ ഉമ്മ. ജീവിതത്തിലേക്ക് നഷ്ടപ്പെടുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ മിസ് ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ ഉമ്മയാണ്. പരിശുദ്ധ ഇസ്ലാം ഉമ്മയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് തന്നെ അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത് എന്നാണ്. ഉമ്മയുടെ കൽക്കീഴിലാണ് സ്വർഗമെന്നാണ്. ഈ ഭൂമി ലോകത്ത് അള്ളയല്ലാത്ത ഒരാൾക്ക് സുജൂദ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ സ്വന്തം ഉമ്മാക്ക് സുജൂദ് ചെയ്യാമായിരുന്നു. ഇവിടെയൊക്കെ വില്ലനായത് ലഹരിയാണ്. ഇസ്ലാം എന്നും ലഹരിക്കെതിരെയായിരുന്നു. ലഹരി പദാർത്ഥത്തിൻ്റെ ഉപയോഗം നിർത്താൻ സർക്കാർ ഇനിയും വേണ്ടുന്ന മുൻകരുതലുകൾ എടുത്തില്ല എങ്കിൽ ഇനി എത്ര ഉമ്മമാരെ, എത്ര മക്കളെ ഇതുപോലെ നഷ്ടപ്പെടുത്തേണ്ടി വരും. ചിന്തിക്കേണ്ട സമയമാണ്.